ഇടവം രാശിക്കാർക്ക് 2026 എങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് പരിശോധിക്കാം. ഇടവം രാശിയുടെ രണ്ടാം ഭാവമായ ധനം, വാക്ക്, കുടുംബസ്ഥാനത്താണ് വ്യാഴത്തിൻ്റെതായ ഒരു സ്ഥിതി. അതുപോലെ നാലാം ഭാവമായ ചിങ്ങം രാശിക്കുള്ളിൽ കേതുവും, 10ാം ഭാവമായ കുംഭം രാശിക്കുള്ളിൽ രാഹുവും, 11ാം ഭാവത്തിൽ ശനീശ്വരനും സഞ്ചാരം നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ 2025 എന്ന് പറയുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെതായ മാറ്റത്തെ ചിന്തിക്കുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ മാസത്തിന് ശേഷമാണ് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്നത്. രാഹു കേതുവിൻ്റെതായ മാറ്റം 2026 ഇല്ല. അതുപോലെ ശനി ഭഗവാന്റേതായ വക്രഗതി മാറ്റങ്ങളും കൂടിയൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഈ പ്രവചനം. ഒപ്പം വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി ഫലങ്ങളെക്കുറിച്ചിട്ടുമാണ് 2026 നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് നോക്കുന്നത്. 2026 ഇപ്പോൾ പുത്താണ്ട് പിറക്കുന്നത് തന്നെ രോഹിണി നക്ഷത്രത്തിലാണ്. 2026 അതായത് ഇടവം രാശിയിൽ തന്നെയാണ് ഈ പുതിയ ആണ്ട് പിറക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. എന്ത് കാര്യത്തിലും ഒരു മാറ്റം, പുതിയ വീട് വയ്ക്കാനുള്ള ഒരു സാഹചര്യം തെളിയുന്നു, അല്ലെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് മാറാനുള്ള സാഹചര്യം ഒക്കെ നിങ്ങൾക്ക് തെളിയുന്നു. അതുപോലെ വണ്ടി വാഹനങ്ങളൊക്കെ പുതിയത് എന്തെങ്കിലും വാങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ തെളിയുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധി നല്ല കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് നടക്കുമെന്ന് തന്നെയാണ് ഈ 2026 പറയുന്നത്. ജൂൺ മാസം വരെ വ്യാഴം നിങ്ങളുടേതായ രണ്ടാം ഭാവമായ മിഥുനം രാശികളിൽ തന്നെയാണ്. അതായത് ധനം, വാക്ക്, കുടുംബം എന്നീ ഭാവങ്ങളിൽ തന്നെയാണ് വ്യാഴത്തിൻ്റെതായ സ്ഥിതി. അപ്പോൾ ധനപരമായ കാര്യങ്ങളിലൊക്കെ മികച്ച രീതിയിലുള്ള മുന്നേറ്റം 2026 ഉണ്ടാകും. തുടർച്ചയായ ഒരു ഘട്ടം നിങ്ങൾക്ക് ലഭിക്കും. ഇതുവരെ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ധനമൊക്കെ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് തുടർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ കടബാധ്യതകളൊന്നും ചെന്ന് ചാടാനുള്ള ശ്രമങ്ങൾ നടത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വട്ടി പലിശയ്ക്കൊക്കെ പോയി എടുക്കുക, ജാമ്യ വ്യവസ്ഥകളിൽ പോയി കാശെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരാൾക്ക് കടം വാങ്ങി മറ്റൊരാളെ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പോയി ചെയ്യാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം കുഴിവെട്ടുന്നതിന് തുല്യമായി മാറും. കാരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുകയോ ചെയ്യുകയോ ചെയ്താൽ അത് വളരെയധികം ഗുണം തന്നെയാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ദോഷകരവുമായ വർഷവും കൂടിയാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് ഉപയോഗത്തിലെടുക്കേണ്ടത്. ശനി ഭഗവാൻ നിങ്ങളുടേതായ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ തൊഴിൽപരമായ രീതിയിലൊക്കെ നിങ്ങൾക്ക് മുന്നേറ്റം തരുന്ന ഒരു സാഹചര്യം ഇവിടെ എപ്പോഴും മനസ്സിലാക്കാം. അതായത് എന്ത് തൊഴിലിനിറങ്ങിയാലും അതിലൊരു മികച്ച മുന്നേറ്റം ലഭിക്കും. പോരാതെ തന്നെ ജൂൺ മാസത്തിന് ശേഷം വ്യാഴം കർക്കിടകം രാശിയിൽ പൂർണ്ണമായ ഒരു ബലത്തോടു കൂടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി നടക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടി ശനി ഭഗവാന്റെ മേൽ പതിയുന്നുണ്ട്. പൊതുവെ നിങ്ങൾക്ക് ഈ 2026 അസുലഭ സുന്ദരമായ ഒരു വർഷം തന്നെയായിരിക്കും. പരമാവധി അതിനെ പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളുടേതായ ഉത്തരവാദിത്വവും കടമയും തന്നെയാണ്. മറ്റൊരു വിഷയം കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതായത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇപ്പോൾ രാശിയുടേതായ മേടൻ രാശി, ഈ ഇടവൻ രാശിയുടെ അഷ്ടമാധിപത്യത്തിലാണ് വ്യാഴത്തിൻ്റെതായ ഒരു കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാതകമായ ഒരിടത്താണ് ഇപ്പോൾ ഉച്ചമായ ഭാവത്തിൽ വ്യാഴം വരുന്നത്. അപ്പോൾ ഒരു ഭയപ്പാടൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളും വരും. 6ാം മാസത്തിന് ശേഷം ഒരല്പം ജാഗ്രത തന്നെ വേണം. അതായത് നിങ്ങൾ കണ്ടെത്തുന്ന ചില ആൾക്കാർ, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാനായിട്ട് വരുന്ന ചിലരൊക്കെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ ജാഗ്രതാപൂർവം ഉപദേശങ്ങൾ സ്വീകരിക്കണം. കാരണം ഇവിടെ രാശിയുടെ 3ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്, അതും ഉച്ചമായ സ്ഥിതി, അതായത് നല്ല പൂർണ്ണ ബലവാനായിട്ടുള്ള സ്ഥിതിയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നവർ അദ്ദേഹം വന്ന് ഇരിക്കുന്ന പ്രയത്നങ്ങളുടേതായ സ്ഥാനത്താണ്. അപ്പോൾ പ്രയത്നങ്ങളുടേതായ സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത് അത് അത്രത്തോളം ഗുണമുള്ള ഒരു ഇടമായിട്ട് ഈ ഇടവം രാശിക്കാർക്ക് എനിക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇവിടെ അദ്ദേഹം എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന ഇടം, അതായത് ശനി ഭഗവാന്റെ മേൽ പതിയുന്നു, അതാണ് നമ്മളുടേതായ വിജയം. അപ്പോൾ അനോണിമസ് ആയിട്ടുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളിലേക്കും ചെന്ന് എടുത്ത് ചാടരുത്. അതുപോലെ പുരുഷന്മാരൊക്കെ ആണെങ്കിലും മദ്യപിച്ച് കൂട്ടുകൂടുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒഴിവാക്കണം. മദ്യപിച്ചോളൂ, പ്രശ്നമില്ല. അതൊക്കെ തനിച്ചിരുന്നൊക്കെ മദ്യപിക്കുന്നതൊക്കെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. സ്ത്രീകളാണെങ്കിലും ശരി, വീട്ടിൽ വാക്കുവാദങ്ങൾക്കൊന്നും പോകരുത്. അടുത്ത് ഇടപഴകുന്ന സ്ത്രീകളൊക്കെ എന്തെങ്കിലും തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് പാതകമായി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ചില ഉപദേശങ്ങൾ നമുക്ക് നൽകുകയും ചില ലോൺ സംബന്ധപ്പെട്ട കാര്യങ്ങൾ ജാമ്യ വ്യവസ്ഥകളിലൊക്കെ പോയി എടുക്കുകയും
അതൊക്കെ ബുദ്ധിമുട്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. ഒരാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങളുടെ പിടലിക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജാഗ്രത തന്നെ പുലർത്തണം. അപ്പോൾ മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞാലും നമുക്കത് കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവില്ല. കാരണം പ്രയത്നങ്ങളുടേതാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറില്ല എന്നൊരു വസ്തുത ഉണ്ട്. അപ്പോൾ ഇവിടെ 6-ാം മാസത്തിന് ശേഷം ജാഗ്രതാപൂർവം എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം അതൊക്കെയും ചെയ്യുവാനായിട്ട്. ഇല്ലെങ്കിൽ ഈ പറയുന്ന 2026 എന്ന് പറയുന്ന 6 മാസം വരെ ഒരു അനുകൂലം തന്നാലും 6-ാം മാസത്തിന് ശേഷം ഈ 6 മാസക്കാലത്തിന് മുന്നേ, ജൂൺ മാസത്തിന് മുന്നേ ചെയ്തു വെച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് മുതുകത്ത് കുത്തുന്ന രീതിയിൽ തന്നെ ആവും. നിങ്ങളെ അനുകൂലിച്ചവർ തന്നെ നിങ്ങളെ പ്രതികൂലിച്ച് പറയുന്ന സാഹചര്യങ്ങളും വരും. അപ്പോൾ സ്വയം രക്ഷയായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യണം. വ്യാഴം ഇരിക്കുന്ന ഇടം ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ 5, 7, 9 എന്നീ ഭാവങ്ങളിലുള്ള ദൃഷ്ടി അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഉപദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഇവിടെ 7-ാം ഭാവമായിട്ട് ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടത്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് വളരെയധികം നല്ല ഫലങ്ങൾ കുടുംബത്തിനുള്ളിൽ ഉണ്ടാവും. അതായത് ഇതുവരെ കുടുംബത്തിനുള്ളിൽ ഭാര്യാഭർത്തൃ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ നീങ്ങിക്കിട്ടുന്ന ഒരു സാഹചര്യം. സമ്പത്തുപരമായ രീതിയിലാണെങ്കിലും ഏത് വഴിക്കാണെങ്കിലും ശരി, കുടുംബത്തിൽ ഒരു സന്തോഷങ്ങളൊക്കെ വന്നെത്തും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിക്കുന്നു. അതായത് വൃശ്ചികം രാശിയിലേക്ക് കർക്കിടകം രാശിയിലേക്ക് കടന്നു വരുന്ന വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന വേളയിൽ പൂർവ്വ പുണ്യസ്ഥാനത്തിലേക്കാണ് ദൃഷ്ടി വരുന്നത്. ഈ സാഹചര്യത്തിലേക്ക് എത്തുന്ന വേളയിൽ കുടുംബപരമായ പരദേവതകളുടേതായ ആശീർവാദങ്ങളും നിങ്ങളുടേതായ മുന്നോറുകളുടേതായ ആശീർവാദങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ രാശിപരമായ രീതിയിൽ ഞാൻ പറയുന്നു എങ്കിലും ജന്മജാതകത്തിനുള്ളിൽ നിങ്ങൾക്ക് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു ഫലവും ലഭിക്കുക. അതുപോലെ അപഹാരം നടത്തുന്ന ഗ്രഹം ഏതാണോ അതിൻ്റേതായ ഒരു പ്രഭാവം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെ ഇപ്പോൾ തന്നെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഈ പറഞ്ഞു കൂട്ടുന്നത്, പക്ഷേ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജാതകം പരിശോധിച്ച് നോക്കുക. അടുത്തുള്ള ഏതെങ്കിലും ആസ്ട്രോളജറെ കാണിച്ചിട്ട് ഈ വർഷം എനിക്ക് എങ്ങനെ ഇരിക്കും എന്ന് ഒന്ന് പരിശോധിച്ച് അതിൻ്റേതായ രീതിക്ക് ഏത് ഗ്രഹം സഞ്ചാരം നടത്തുന്നു, അതിൻ്റെ അപഹാരം എന്താണ്, അത് ഏത് വിധത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി 2026 വിജയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അല്ലാതെ രാശി പ്രവചനങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ തന്നെ എല്ലാം നടന്നു കിട്ടുമെന്ന് ചിന്തിച്ചിരിക്കുന്നത് വെറും മണ്ടത്തരം തന്നെയാണ്. അതായത് ഇപ്പോൾ പറയുന്നത് പോലെയുള്ള ഗ്രഹങ്ങളുടേതായ കാലഘട്ടങ്ങൾ ഏത് ഒരാളുടെ ജാതകത്തിലുണ്ടോ അത് കൃത്യമായിട്ടും അവിടെ ഫലവത്താവുകയും ചെയ്യും. അതായത് ലക്ഷത്തിൽ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. എല്ലാവരുടെ ജാതകവും ഒരുപോലെ ഇരിക്കില്ലല്ലോ, അതും കൂടി മനസ്സിലാക്കണം. അതാണ് പലർക്കും പല കാര്യങ്ങളും നടന്നു കിട്ടാനുള്ള താമസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നടക്കാത്തതിൻ്റെതായ കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. അപ്പോൾ ജന്മജാതകം പരിശോധിച്ചുറപ്പിച്ച് ഈ 2026 പരിപൂർണമായ വിജയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. തൊഴിലിടങ്ങളിൽ തർക്കം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതുവരെ ഉണ്ടായ തർക്കങ്ങളൊക്കെ ആണെങ്കിൽ 2026 അത് മാറിക്കിട്ടും. പ്രശ്നങ്ങളിലേക്ക് പോയി ചാടരുത്, കടബാധ്യതകൾ പോയി ചാടരുത്, വട്ടിപ്പലിശ കടമെടുക്കരുത്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം. നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം. ജാതക പരിശോധനയൊക്കെ നടത്തി ഒരു വിജയം എവിടെയാണ് എന്ന് കണ്ടെത്തുക. ഇത് പൊതുവായിട്ടുള്ള ഒരു പ്രവചനം മാത്രമാണ്.